ഉജ്ജ്വലമായ പ്രസംഗം, ആരെയും കയ്യിലെടുക്കുന്ന തീപ്പൊരി പ്രസംഗമാണ് കോഴിക്കോട് കടപ്പുറത്ത് നടന്നത്. അറബിക്കടലിൽ താഴുന്ന അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി പതിനായിരങ്ങളാണ് ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരുമെന്നായിരുന്നു ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രഖ്യാപനം. എന്നാൽ മാതാവ് സോണിയാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിൽ ആയതുകൊണ്ട് രാഹുൽ ഈ പരിപാടിക്ക് വന്നില്ല. പകരം എത്തിയത് സംഘപരിവാറിനെതിരെ, ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയതിന്റെ പാരമ്പര്യം പേറുന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. തീതുപ്പുന്ന വാക്കുകളുമായാണ് അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യരെ അഭിസംബോധന ചെയ്തത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ നിന്ന് പതിനായിരങ്ങളാണ് കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മഹാറാലിയിലേക്ക് ഒഴുകിയെത്തിയത്. അവർക്ക് ലക്ഷ്യം ഒന്നു മാത്രമാണുള്ളത്. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPM-നെയും അധികാരത്തിൽ നിന്ന് താഴെയിറക്കി ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന സ്വപ്നം പേറിയാണ് സാധാരണക്കാരായ ബൂത്തുകളിൽ ചോര നീരാക്കി കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തയ്യാറായ ആളുകൾ ഈ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന്റെ കൊടിയേറ്റമാണ് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചത്. 10 വർഷമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെതിരായ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തെ വികാരങ്ങൾ അപ്പാടെ പ്രതിഫലിക്കുന്നതായിരുന്നു കോഴിക്കോട്ടെ എത്തിച്ചേർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വാക്കുകൾ. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശകരമായ തുടക്കമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഉണ്ടായത്. LDF BJP അന്തർധാരയെ കടന്നാക്രമിച്ചും UDFന്റെ വികസന വാഗ്ദാനങ്ങൾ ഉയർത്തിപ്പിടിച്ചുമാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്തത്. CPM-ന് വോട്ട് ചെയ്യുന്നത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും CPM-നെ ജയിപ്പിക്കാനാണ് കേരളത്തിലെ BJP ശ്രമിക്കുന്നതെന്നുമാണ് മല്ലികാർജുൻ ഖാർഗെ ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPയും NDAയും മടിച്ചത്. LDF ജനങ്ങൾക്കൊപ്പമല്ല BJPക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും മല്ലികാർജുൻ ഖാർഗെ തുറന്നടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വികസനമൊന്നും നടക്കുന്നില്ല. വികസനം എന്ന് പറയുന്നത് PR പരസ്യങ്ങളിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ബാറുകളുടെ എണ്ണം കൂട്ടിയതും കടബാധ്യത വർദ്ധിപ്പിച്ചതുമാണ് സർക്കാരിന്റെ നേട്ടമെന്നും ഖാർഗെ പരിഹസിച്ചു. കേരള മോഡൽ തകർത്ത പിണറായി സർക്കാർ സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറ്റിയെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ചത്. മയക്കുമരുന്ന് കേസിൽ കേരളം 2ാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു. ആരോഗ്യ മേഖല തകരുകയും യോഗ്യരല്ലാത്തവരെ പിൻവാതിലൂടെ ജോലിക്ക് തിരികെ കയറ്റുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. രാജ്യത്തെ 1ാം നമ്പർ ആരോഗ്യ മേഖലയായിരുന്ന കേരളം ഇന്ന് അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന സാഹചര്യം. ആരോഗ്യ മേഖല ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർന്ന് തരിപ്പണമായെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുന്നവരെ, പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരെ യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്ന പിൻവാതിലൂടെ നിയമനം നടത്തി അവരെ സ്ഥിരപ്പെടുത്തി അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ നോക്കുകുത്തികളാക്കി പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുന്നവരെ സർക്കാർ ജോലിയിൽ തിരികെ കയറ്റുന്ന സർക്കാരായി മാറിയെന്നും മല്ലികാർജുൻ ഖാർഗെ പരിഹസിക്കുകയാണ്. ശബരിമലയിലെ ദൈവത്തെ പോലും വെറുതെ വിടാത്തവരാണെന്ന സ്വർണ്ണക്കൊള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതു സർക്കാരിനെ മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചത്. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യം ഒരുക്കിയത് ഈ സർക്കാരാണെന്നും അദ്ദേഹം പറയുന്നു. UDF അധികാരത്തിലേറുമെന്നും കോൺഗ്രസ് നൽകുന്ന എല്ലാ ഗ്യാരണ്ടികളും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയാൽ 3 മാസത്തിനകം നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയത്. പ്രഖ്യാപിച്ച പദ്ധതികൾ കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അതുകൊണ്ട് കേരളത്തിലും പ്രഖ്യാപിച്ച പദ്ധതികളും വാഗ്ദാനങ്ങളും നടപ്പാക്കി പറഞ്ഞ വാക്ക് പ്രവൃത്തി പദത്തിൽ എത്തിച്ച പാരമ്പര്യം കേരളത്തിലും കോൺഗ്രസ് ആവർത്തിക്കുമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. നാടിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന BJPയെയും CPM-നെയും ഒരുപോലെ നേരിടാൻ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വോട്ട് നൽകണമെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. കർണാടകയിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ, കൽബുർഗി പോലെയുള്ള അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ദളിതരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച ജന്മികുടിയാൻ വ്യവസ്ഥക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തി തന്റെ മാതാവിന്റെ ജീവനടക്കം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട രാഷ്ട്രീയ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെയുടെ പ്രഖ്യാപനവും
അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളുമെല്ലാം അദ്ദേഹം പങ്കുവെക്കുമ്പോൾ അത് കേരളത്തിലെ വോട്ടർമാർ ശിരസായി ഏറ്റെടുക്കും. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച, കോൺഗ്രസ് മുന്നോട്ട് വെച്ച പദ്ധതികൾക്കെല്ലാം ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാകും. ജനങ്ങളുടെ അംഗീകാരം, അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളുടെ അംഗീകാരം സമ്മതിദാനമായി കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷയും കണക്കുകൂട്ടലും.